Hello, good afternoon everyone. This is me, Shirin again. നമ്മൾ കണ്ടിട്ട് കുറെ കാലമായില്ലേ? ഇപ്പോ നമ്മൾ കണ്ടത് ലാസ്റ്റ് ഫ്രൈഡേ ആണെന്ന് തോന്നുന്നു വിത്ത് ആ ലിസണിങ് സെഷൻ. പക്ഷെ ഇന്ന് നമ്മൾ നമ്മുടെ ഗ്രാമർ സെഷൻ ആണ് ഇന്ന് ഇവിടെ എടുക്കാൻ പോകുന്നത്. സോ ഹൗ ആർ യു ആൾ? ഓക്കെ, സോ ലൈവ് സീരീസ് എല്ലാം കാണാറുണ്ടോ? എന്തൊക്കെയാണ് വിശേഷങ്ങള്? യു ക്യാൻ ടോക്ക് ടു മീ ഇൻ ദ കോമെന്റ്സ്. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു വീക്കെൻഡ്സ് ഒക്കെ? എന്തെങ്കിലും പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നോ? നമ്മൾ കാണുന്ന ലൈവിലെ പറയുന്ന ടിപ്സും കാര്യങ്ങളെല്ലാം അപ്ലൈ ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്യാറുണ്ടായിരുന്നോ? ഓക്കെ, ഐ ഹോപ്പ് ദിസ് സെഷൻ നമ്മൾ എടുക്കുന്ന സീരീസ് എല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഡൗട്ട്സോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ യു ക്യാൻ കോൺടാക്ട് മീ ഓർ നമ്മുടെ കോൺടാക്ട് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ടല്ലോ. സോ യു ക്യാൻ കോൺടാക്ട് യൂസിങ് ദാറ്റ് നമ്പർ ഓൾസോ. ഓക്കെ, so let's wait for a few minutes so that our friends can join. Okay, I hope everyone is joining. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന സെഷൻ എന്ന് പറയുന്നത് ഗ്രാമർ ആണ്. ഗ്രാമറിന്റെ ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സബ്ജക്ട് വേർബ് അഗ്രിമെന്റ് ആണ്. ഓക്കെ, സോ നമുക്ക് ക്ലാസ്സിലോട്ട് പോയാലോ? ലെറ്റ്സ് നോട്ട് വേസ്റ്റ് ഫോർ ദ ടൈം. അവർ ജോയിൻ ചെയ്തോളും. ഓക്കെ, നമുക്ക് ഡയറക്ട്ലി ക്ലാസ്സിലോട്ട് പോവാം. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ക്ലാസ്. അപ്പൊ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ്, ദ ടോപ്പിക് ഡിസ്കസ്ഡ് സോ ഫാർ ഇൻ ഗ്രാമർ ഈസ് ഏതൊക്കെയാണ്? പാർട്സ് ഓഫ് സ്പീച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ? ശ്രുതി മാമിന്റെ കൂടെ ഉള്ള ഒരു ക്ലാസ് പാർട്സ് ഓഫ് സ്പീച്ച് നമുക്ക് 8 നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ നമ്മൾ സെന്റൻസ് ടൈപ്പ് ആണ് കഴിഞ്ഞ വീക്ക് നമ്മുടെ ഗ്രാമർ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. സെന്റൻസ് ടൈപ്സ് ആണ്. എത്ര സെന്റൻസ് ഉണ്ടായിരുന്നു, ആ സെന്റൻസസ് എങ്ങനെ, അത് തമ്മിൽ ഡിഫറൻസ് എന്താണ്, ആ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സെന്റൻസസ് നമ്മൾ IELTSൽ യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് എന്നെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ? അപ്പോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സബ്ജക്ട് വേർബ് അഗ്രിമെന്റ് ആണ്, വിച്ച് ഇസ് എ ബിറ്റ് ഓഫ് കൺഫ്യൂസിങ്. ബട്ട് നമ്മളത് അറിഞ്ഞിരിക്കണം. നമുക്ക് സ്പീക്കിങ്ങിന്റെ സമയത്താണെങ്കിലും റൈറ്റിംഗിന്റെ ടൈമിലാണെങ്കിലും നമുക്ക് ഒരുപാട് മിസ്റ്റേക്സ് ആ ഭാഗത്ത് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ എന്താ, ഗ്രാമർ എന്നുള്ള ആ ഒരു പാർട്ടില് നമ്മുടെ സ്കോറും പോവാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു ടോപ്പിക് തന്നെ എടുത്തത്. ഓക്കെ, shall we move on to the class? Hi, hello everyone. Okay, so let's move on to the class. You can see the next slide. Subject verb agreement. ഈ സബ്ജക്ട് വേർബ് അഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ് ഞാൻ അവിടെ കൊടുത്തിട്ടുള്ളത്. സബ്ജക്ട് വേർബ് അഗ്രിമെന്റ് ഗവേൺസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ സബ്ജക്ട് ആൻഡ് വേർബ് ഇൻ എ സെന്റൻസ്. ഓക്കെ, ഒരു സബ്ജക്റ്റും വേർബും തമ്മിലുള്ള, സബ്ജക്റ്റ് എന്താ വേർബ് എന്താന്ന് നമ്മൾ പഠിച്ചു അല്ലെ? എന്താണ് സബ്ജക്റ്റ്? ആരാണോ പ്രവൃത്തി ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണോ പ്രവൃത്തി ചെയ്യുന്നത് അതാണ് സബ്ജക്റ്റ്. ആൻഡ് വേർബ് എന്താണ്? ചെയ്യുന്ന പ്രവൃത്തിയെയാണ് നമ്മൾ വേർബ്, ആക്ഷനെയാണ് നമ്മൾ വേർബ് എന്ന് പറയുന്നത്. അപ്പൊ സബ്ജക്റ്റ് എന്താണെന്ന് നമുക്കറിയാം, വേർബ് എന്താണെന്ന് നമുക്കറിയാം. ഈ സബ്ജക്റ്റും വേർബും തമ്മിലുള്ള ഒരു കണക്ഷൻ എങ്ങനെയായിരിക്കണം എന്ന് പറയുന്നതിനെയാണ് നമ്മൾ സബ്ജക്ട് വേർബ് അഗ്രിമെന്റ് എന്ന് പറയുന്നത്. കൂടുതൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ സെഷനിൽ നോക്കാൻ പോകുന്നുണ്ട്. ഓക്കെ, സോ ഇറ്റ് ഡിക്റ്റേറ്റ്സ് ഹൗ ദ സബ്ജക്ട് ആൻഡ് വേർബ് ഇൻ എ സെന്റൻസ് മാച്ച് ഇൻ ടേംസ് ഓഫ് നമ്പർ on whether they are singular or plural.
ഓക്കെ, അങ്ങനെ പറഞ്ഞാൽ എന്താണ്? ഇപ്പോ സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ വേർബ് എന്തായിരിക്കണം? നമ്പർ ആണ്. നമ്പർ പറയുമ്പോൾ നമ്മൾ നമ്പർ വൈസ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ എന്താ? സിംഗുലർ ഉണ്ട്, പ്ലൂറൽ ഉണ്ട് അല്ലെ. ഇപ്പോ സിംഗിൾ ആയിട്ടുള്ള ഒറ്റെണ്ണത്തിനെ സൂചിപ്പിക്കാൻ നമ്മൾ എന്ത് യൂസ് ചെയ്യും? സിംഗുലർ യൂസ് ചെയ്യും. ബട്ട് വേർബ് നമ്മൾ പ്ലൂറൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എപ്പോഴാണ്? ഒന്നിൽ കൂടുതൽ ഉണ്ടാവുമ്പോൾ നമ്മൾ പ്ലൂറൽ യൂസ് ചെയ്യും അല്ലെ. അപ്പൊ ഈ സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ വേർബ് എന്തായിരിക്കണം? അതാണ് നമ്മളെ സബ്ജക്ട് വേർബ് അഗ്രിമെന്റിൽ ഡിഫൈൻ ചെയ്യുന്നത്. സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിൽ വേർബ് എന്തായിരിക്കണം? ഓക്കെ, അപ്പോ ആ സബ്ജക്ട് പ്ലൂറലും സിംഗുലറും ആവുന്നതിനനുസരിച്ചിട്ട് വേർബും പ്ലൂറലും സിംഗിളും ആവണം. അതാണ് നമ്മുടെ സബ്ജക്ട് വേർബ് അഗ്രിമെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു സബ്ജക്റ്റിനെ അതിന്റെ നമ്പർ ഏതാണെന്ന് നോക്കിയിട്ട് അതിനോട് അനുസരിച്ച് മാച്ച് ചെയ്യുന്ന രീതിയിൽ വേണം എന്ത് യൂസ് ചെയ്യാൻ? വേർബ് യൂസ് ചെയ്യാൻ. അതാണ് നമ്മുടെ സബ്ജക്ട് വേർബ് അഗ്രിമെന്റ് എന്ന് പറയുന്നത്. അതിന്റെ റൂൾസ് ആണ് നമ്മൾ ഇംഗ്ലീഷ് ഗ്രാമറിലെ റൂൾസ് ആണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അതിന് മുന്നേ നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. നൗൺസ് ആവുമ്പോൾ, നൗൺ എന്ന് പറഞ്ഞാൽ എന്താ? നെയിം ഓഫ് എ പ്ലേസ്, തിങ് ഓർ എ പേഴ്സൺ ആണ് നൗൺ അല്ലെ. നമ്മൾ പാർട്സ് ഓഫ് സ്പീച്ച് എന്നുള്ള ക്ലാസ്സിൽ നമ്മൾ ശ്രുതി മാം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു നൗൺ എന്താണെന്നുള്ളത് അല്ലെ. അപ്പൊ നൗൺ എങ്ങനെയാണ് പ്ലൂറൽ ഫോംസ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് യു ഷുഡ് നോ. നൗൺ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? എസ് ഓർ എസ് ആഡ് ചെയ്തിട്ടാണ്. ഒരു നൗണ് സിംഗുലറിൽ നിന്നും പ്ലൂറൽ ആയി മാറുന്നത് എങ്ങനെയാണ്? എസ്ഒ അല്ലെങ്കിൽ ഇഎസ്ഒ ആഡ് ചെയ്തിട്ടാണ് പ്ലൂറൽ ഫോം ഉണ്ടാക്കുന്നത്. ഫോർ എക്സാമ്പിൾ, പെറ്റ് എന്നുള്ളൊരു വേർഡ് എസ് ആഡ് ചെയ്താൽ എന്തായി? പ്ലൂറലായി, പെറ്റ്സ്. ഓക്കെ, ബുക്ക് എന്നുള്ളൊരു വേർഡ് അല്ലെങ്കിൽ ബുക്ക് എന്നുള്ളൊരു നൗണ് എസ് ആഡ് ചെയ്തപ്പോ ബുക്സ് ആയി, പ്ലൂറൽ ഫോം ആയി. ടേബിൾ, ടേബിൾസ്. മാംഗോ എന്നുള്ളത് ഇഎസ് ആഡ് ചെയ്തപ്പോ മാംഗോസ്, പ്ലൂറൽ ഫോം ആയി. ബട്ട് നമ്മുടെ വേർഡ് എങ്ങനെയാണ്? ഇറ്റ് റിമൂവ്സ് an എസ് ഓർ ഇഎസ് ഫ്രം ദ സിംഗുലർ ടു ഫോം പ്ലൂറൽസ്. അതെങ്ങനെയാ? സിമ്പിൾ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ വേർഡ് ആവുമ്പോ എസ് ആഡ് ചെയ്താൽ എന്താവും? സിംഗുലർ ആവും. എസ്ഒ ഇഎസ്ഒ ആഡ് ചെയ്താല് നൗൺ ആണെങ്കിൽ എസ്ഒ ഇഎസ്ഒ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്ലൂറൽ ആവും. വേർബ് ആണെങ്കിൽ എസ്ഒ ഇഎസ്ഒ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ആവുന്നത്? സിംഗുലർ ആണ് ആവുന്നത്. ഓക്കെ, ഈ ഒരു പോയിന്റ് നിങ്ങൾക്ക് ഈ സബ്ജക്ട് വേർബ് അഗ്രിമെന്റ് പഠിക്കുന്ന സമയത്ത് യു ഷുഡ് ബി വെരി വെരി കെയർഫുൾ അബൌട്ട് ദാറ്റ്. ഈ ഒരു റൂള് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. നൗണ്, ഓക്കെ, നൗണ് സിംഗുലറിൽ നിന്നും പ്ലൂറൽ ആയി മാറുമ്പോ എസ്ഒ ഇഎസ്ഒ ആഡ് ചെയ്തിട്ട് പ്ലൂറൽ ഫോം ക്രിയേറ്റ് ചെയ്യും. വേർബ് ആണെങ്കിൽ എസ്ഒ ഇഎസ്ഒ ആഡ് ചെയ്യുമ്പോൾ അത് എന്താണ് ആവുന്നത്? സിംഗുലർ ആണ് ആവുന്നത്, പ്ലൂറൽ അല്ല. ഓക്കെ, അതിന്റെ എക്സാമ്പിൾ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. പ്ലേസ് എന്നുള്ളത് എന്താ? എസ് ആഡ് ചെയ്താൽ ഇറ്റ്സ് ദ സിംഗുലർ ഫോം. പ്ലേ എന്നുള്ളത് എന്താ? ഇറ്റ്സ് ദ പ്ലൂറൽ ഫോം. എസ്ഒ ഇഎസ്ഒ ഇല്ലാത്തതാണ് പ്ലൂറൽ ഫോം. ഓക്കെ, ഡാൻസസ്, ഇറ്റ്സ് ദ സിംഗുലർ ഫോം ഓഫ് ദ വേർബ്. ഇനി നമ്മള് ഡാൻസ് എന്നാക്കി മാറ്റുമ്പോ അതെന്തായി? പ്ലൂറൽ ഫോം ആയി. അപ്പൊ ഓപ്പോസിറ്റ് ആണ് എന്ന് മനസ്സിലാക്കുക. ഗോ, ഗോ എന്നുള്ള പറയുന്നത് പ്ലൂറൽ ഫോം ആണ്. ഗോസ് എന്ന് പറഞ്ഞാൽ എന്തായി? സിംഗുലർ ആയി. ഓക്കെ, ഹലോ, ഹായ്, ഹായ് അജ്മൽ, ഹായ് ആഷ്ന. ഓക്കെ, ഡസ്, ഡു എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് ദ പ്ലൂറൽ ഫോം ഓഫ് ദ വേർബ്. ഡസ് എന്താണ്? സിംഗുലർ ഫോം ആണ്. ഓക്കെ, അപ്പൊ അതിനാണ് ഞാൻ അവിടെ എക്സാമ്പിൾ കൊടുത്തത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ ഒന്നുകൂടെ പറയാം. നമ്മൾ നൗൺ ആവുമ്പോ, ഓക്കെ, നൗൺ എന്ന് പറഞ്ഞാൽ എന്താന്ന് നമുക്കറിയാലോ. വേർബ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം. ഈ നൗൺ ആവുമ്പോ എസ് ഓർ ഇഎസ് കൂട്ടിക്കഴിഞ്ഞാൽ എന്തായി? പ്ലൂറലായി. ആയേ? ക്ലിയർ ആയേ? ഓക്കെ, അതവിടെ വെച്ചു. ഇനി നമ്മൾ വേർബ് എടുത്ത് നോക്കുമ്പോ എസ്ഒ ഇഎസ്ഒ ആഡ് ചെയ്താൽ അത് സിംഗുലർ ആണ് ആവുന്നത്. ഓർ നമ്മൾ അതർ വേർഡ്സിൽ പറയുകയാണെങ്കിൽ എസ്ഒ ഇഎസ്ഒ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പൊ പ്ലേസ് എന്നുള്ള വാക്കിൽ നിന്ന് എസ് റിമൂവ് ചെയ്താല് പ്ലേ എന്ന പ്ലൂറൽ ഫോം ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ?
ഹായ് സ്നേഹ. അപ്പൊ ക്ലിയർ ആയല്ലോ ഈ നൗണും വേർബും എങ്ങനെയാണ് പ്ലൂറൽ ഫോം ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഫ് യു ഹാവ് എനി ഡൗട്ട് യു ക്യാൻ ആസ്ക് മീ റൈറ്റ് നൗ. ഓക്കെ, ഇത് മനസ്സിൽ വെക്കണം. നമ്മൾ സബ്ജക്ട് വേർബ് അഗ്രിമെന്റ് പഠിക്കുമ്പോൾ ഈ ഒരു റൂള് എപ്പോഴും മനസ്സിൽ വെക്കാം. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. ഇമ്പോർട്ടൻസ് ആണ്. എന്തിനാണ് ഈ സബ്ജക്ട് വേർബ് അഗ്രിമെന്റ് നമ്മൾ IELTS പഠിക്കുന്നത് എന്ന് നമ്മൾ അറിയണം അല്ലെ. എന്തിനാണ് പഠിക്കുന്നത്, ഇതൊക്കെ എന്തിനാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ള ഒരു അറിവ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. സോ അതിന്റെ ഇമ്പോർട്ടൻസ് ആണ്. നമുക്ക് അറിയാം, ക്ലാരിറ്റി ആൻഡ് കോംപ്രിഹെൻഷൻ ഇൻ കമ്മ്യൂണിക്കേഷൻ. നിങ്ങൾ റൈറ്റിംഗിലാണെങ്കിലും സ്പീക്കിങ്ങിലാണെങ്കിലും നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്ന ഐഡിയാസ്, ഓക്കെ, അത് ഈ സബ്ജക്ട് വേർബ് അഗ്രിമെന്റ് കറക്റ്റ് ആയാലാണ് അപ്പുറത്തിരിക്കുന്ന ആൾക്ക് മനസ്സിലാവുള്ളൂ. ഈ നമ്പർ ഇത് പ്ലൂറൽ ആണോ സിംഗുലർ ആണോ എന്ന് മനസ്സിലാവണ്ടേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഐഡിയാസ് കറക്റ്റ് ആയിട്ട് കൺവേഡ് ആവണമെങ്കിൽ. ഓക്കെ, അപ്പോ അതാണ് ഫസ്റ്റ് പോയിന്റ്, ക്ലാരിറ്റി ആൻഡ് കോംപ്രിഹെൻഷൻ ഇൻ കമ്മ്യൂണിക്കേഷൻ. നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന എക്സ്പ്രസ് ചെയ്യുന്ന ഐഡിയാസ് എന്ത് ചെയ്യുന്നു, ക്ലിയർ ആയി മനസ്സിലാവാൻ, അത് ഉദ്ദേശം എന്താണ് എന്ന് മനസ്സിലാവാൻ. Now grammatical correctness. I can see people joining. Okay, welcome everyone. So grammatical correctness ആണ് നമ്മുടെ ഇംഗ്ലീഷ് ഗ്രാമർ കുറച്ച് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള റൂൾസ് നമ്മൾ ഫോളോ ചെയ്യുന്നു. അപ്പോഴാണ് നമ്മുടെ ഗ്രാമർ കറക്റ്റ് ആവുന്നത്. ഓക്കെ, സോ ഗ്രാമാറ്റിക്കൽ കറക്റ്റ്നെസ് നമുക്കറിയാം. ഗ്രാമാറ്റിക്കൽ റേഞ്ച് ആൻഡ് അക്യുറസി ഈസ് ഗോയിങ് ടു ബി അസസ്ഡ് അല്ലെ, നമ്മുടെ അസസ്മെന്റ് ക്രൈറ്റീരിയയിലുള്ള ഒരു കാര്യമാണ്. ദെൻ ഇഫക്റ്റീവ് റൈറ്റിംഗ് ആൻഡ് സ്പീക്കിംഗ്. ഒബ്വിയസ്ലി നമുക്ക് റൈറ്റിംഗ് ആൻഡ് സ്പീക്കിംഗ് ഇഫക്റ്റീവായി എഫിഷ്യന്റ് ആയി ഡെലിവർ ചെയ്യണം എന്നുണ്ടെങ്കിൽ you should know this subject verb agreement and scoring. സ്കോറിങ്ങിനെ ഇത് ബാധിക്കും. സബ്ജക്ട് വേർബ് അഗ്രിമെന്റ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് തെറ്റാണ് എങ്കിൽ ഇത് നമ്മുടെ ആ ഒരു ക്രൈറ്റീരിയയിൽ നിന്ന് ബാൻഡ് ലൂസ് ആവാൻ നിങ്ങൾക്ക് ചാൻസസ് ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ഓക്കെ, യെസ് റീസ, in IELTS writing task 1 and task 2 is subject verb agreement. Yes, in writing both task 1 and task 2. നമ്മളൊരു ഇംഗ്ലീഷില് ഒരു സെന്റൻസ് എഴുതുമ്പോ അല്ലെങ്കിൽ ഒരു സ്പീക്കിങ്ങിലും അതെ, ഓക്കെ, ഏത് ടാസ്കോ ആയിക്കോട്ടെ, ടാസ്ക് 1 ഓർ ടാസ്ക് 2 ഏതാണെങ്കിലും നമ്മൾ ഒരു സെന്റൻസ് എഴുതുമ്പോ അതിൽ സബ്ജക്ട് വേർബ് അഗ്രിമെന്റ് കറക്റ്റ് ആയിരിക്കണം. ഓക്കെ, ഇനി സ്പീക്കിങ്ങിന് സമയത്ത് നമ്മൾ പറയുന്ന, ഓക്കെ, സ്പോക്കൺ ഇംഗ്ലീഷ് ആണെങ്കിലും പറയുന്ന ഇംഗ്ലീഷ് ആണെങ്കിലും എന്ത് വേണം, സബ്ജക്ട് വേർബ് അഗ്രിമെന്റ് കറക്റ്റ് ആയിരിക്കണം. ഓക്കെ, ഓക്കെ, നൗ ഹലോ ഹായ് ഗുഡ് ആഫ്റ്റർനൂൺ തോമസ്. ഓക്കെ, സോ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഐ കൻ സീ പീപ്പിൾ ജോയിനിങ്. നോ പ്രോബ്ലം, നിങ്ങൾക്ക് ബാക്കിലോട്ട് പോയി സ്റ്റാർട്ടിങ് മുതൽ കാണാവുന്നതാണ്. ഓക്കെ, ഓക്കെ, നൗ വിതൗട്ട് വേസ്റ്റിംഗ് ടൈം ലെറ്റ്സ് മൂവ് ഓൺ. ഇനി let's move on to the next slide. We have singular subject and singular verb agreement. ഒന്നുമില്ല, സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ വേർബ് എന്തായിരിക്കണം, സിംഗുലർ ആയിരിക്കണം. ഫസ്റ്റ് റൂൾ ആണ്, സിമ്പിൾ ആൻഡ് ബേസിക് റൂൾ ഇൻ സബ്ജക്ട് വേർബ് അഗ്രിമെന്റ്. എന്താണ്, സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ വേർബ് ഷുഡ് ഓൾസോ ബി സിംഗുലർ. എക്സാമ്പിൾ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. സോ എന്താണ്, സബ്ജക്ട് സിംഗുലർ, then verb should also be singular. Clear ആയല്ലോ? അതിന്റെ എക്സാമ്പിൾസ് നോക്കാം. The cat plays with a ball of yarn. Okay, the cat plays ആണ്. നമ്മൾ എന്ത് പറഞ്ഞു, cat എന്നുള്ളത് സിംഗുലർ സബ്ജക്റ്റ് ആണ് അല്ലെ, നൗൺ ആണ്, ഒരു ആനിമലിന്റെ പേരാണ്. സോ ഇറ്റ് ഇസ് എ നൗൺ. ഇനി cat plays, plays എന്ന് പറയുന്നത് എന്താ, ഇറ്റ്സ് സിംഗുലർ വേർബ് ആണ്. പ്ലേ എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ്സ് എ വേർബ്, കളിക്കുന്നു എന്നുള്ളത് ഇറ്റ്സ് എ വേർബ്, ഇറ്റ്സ് എൻ ആക്ഷൻ. അതുകൊണ്ട് വേർബിന്റെ സിംഗുലർ ഫോം എന്താ, എസ് ആഡ് ചെയ്താലാണ് വേർബിന്റെ സിംഗുലർ ഫോം ഉണ്ടാവുന്നത്. സോ കാറ്റ് പ്ലേസ്. ഇനി നെക്സ്റ്റ്, കാർ നീഡ്സ്. ഓക്കെ, മൈ കാർ നീഡ്സ് എ ന്യൂ ബാറ്ററി. Another, her smile
brightens the room. Smile ആണ് subject. Brightens. Brighten എന്നുള്ള ആ verb ഉണ്ടല്ലോ, അതിന്റെ കൂടെ നമ്മൾ s ആഡ് ചെയ്തിട്ട് സിംഗുലർ ഫോം ആക്കി. Apple falls. An apple falls from the tree. Apple is a singular subject and falls എന്നുള്ളത് എന്താണ്? Singular verb. Okay, so a singular subject should have a singular verb. That is the basic rule. Singular subject, singular noun, singular verb. Okay. Now let's move on to the next slide. ഇനി അത് pronoun ആണെങ്കിലോ, അത് ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ആഡ് ചെയ്തെന്നുള്ളൂ. സെയിം റൂൾ തന്നെയാണ്. pronoun എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ നൗണിന് പകരം യൂസ് ചെയ്യുന്നതാണ് pronoun എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ പ്രൊനൗൺസ് എന്ന് പറഞ്ഞാല് ഇപ്പൊ അവൻ, അവൾ, അത് എന്നൊക്കെ പറയാൻ നമ്മൾ മലയാളത്തിൽ യൂസ് ചെയ്യുന്നതിനാണ് പ്രൊനൗൺസ് എന്ന് പറയുന്നത്. അപ്പൊ ആ പ്രൊനൗൺസ് സിംഗുലർ ആണെങ്കിൽ വേർബും സിംഗുലർ ആയിരിക്കണം. ഇവിടെ സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ വേർബും സിംഗുലർ ആണ്. സെയിം കാര്യമാണ് പറയുന്നത്. പ്രൊനൗൺ സിംഗുലർ ആണെങ്കിൽ വേർബ് സിംഗുലർ ആയിരിക്കണം. അതിന്റെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഹി റൺസ്. ഹി റൺസ് എവറി മോർണിംഗ്. ഹി എന്നുള്ള സിംഗുലർ, റൺസ് എന്നുള്ളതും സിംഗുലർ. ഹി വാണ്ട്സ്. ഹി ലവ്സ്. ഇറ്റ് റെയിൻസ്. കണ്ടോ, ഇറ്റ് എന്നുള്ളത് സിംഗുലർ സബ്ജക്റ്റ് ആണ്. റെയിൻസ് എന്നുള്ളത് സിംഗുലർ വേർബ് ആണ്. ഓക്കെ, സോ സിംഗുലർ സബ്ജക്ട് should have a singular verb. Clear ആയല്ലോ? ഇനി പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിലോ നോക്കാം. Let's move on to the next slide. Plural subject should have a plural verb. Subject plural ആണെങ്കിൽ verb എന്തായിരിക്കണം? Plural ആയിരിക്കണം. Okay? Example ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. Many students attend the lecture എന്നാണ് പറയുന്നത്. Many students കണ്ടോ, നൗൺ എങ്ങനെയാണ് പ്ലൂറൽ ആക്കിയത്? എസ് ആഡ് ചെയ്ത് സ്റ്റുഡന്റ് എന്നുള്ളതിന് സ്റ്റുഡൻസ് എന്നാക്കിയപ്പോ പ്ലൂറൽ ആയി. അറ്റൻഡ്സ് എന്നാണോ അവിടെ പറയാ? അല്ല. സ്റ്റുഡൻസ് അറ്റൻഡ്സ് എന്നാണോ പറയാ? അല്ല. വൈ? അറ്റൻഡ് എന്നാണ് പറയാ, ബിക്കോസ് ഇറ്റ് ഇസ് എ വേർബ്. വേർബിന്റെ പ്ലൂറൽ ഫോമിൽ എസ്ഒ ഇഎസ്ഒ ഉണ്ടായിരിക്കില്ല. സോ മെനി സ്റ്റുഡൻസ് അറ്റൻഡ് ദ ലെക്ചർ. ഓക്കെ, മെനി സ്റ്റുഡൻസ് അറ്റൻഡ് ദ ലെക്ചർ. Flowers smell wonderful. Flowers plural, smell plural. Okay, so plural subject should have a plural verb. Dogs bark. Okay, ഇനി pronounsന്റെ കാര്യം നമുക്ക് നോക്കാം. Let's move on to the next slide. Plural pronouns ആണെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എന്താണ്? Plural verb ആണ് യൂസ് ചെയ്യുന്നത്. Okay, plural pronouns ആണെങ്കിൽ we should use plural verb. അതിന്റെ എക്സാമ്പിൾ ആണ് they, we. ഇവിടെ നമുക്കൊരു എക്സെപ്ഷൻ വരുന്നുണ്ട്, അത് ഞാൻ പറയാം. they, അവർ, we, ഞങ്ങൾ എന്ന് you. ഓക്കെ, അപ്പോ you സിംഗുലർ അല്ലേ മാം? you, നീ എന്നുള്ളത് സിംഗുലർ അല്ലേ? പിന്നെ എങ്ങനെയാണ് അത് പ്ലൂറൽ വേർബ് എടുക്കുന്നത് എന്ന് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും അല്ലെ? അതാണ് നമ്മൾ എക്സെപ്ഷൻ എന്ന് പറഞ്ഞത്. Pronouns I and you take plural verbs. അത് ഈ പ്ലൂറൽ പ്രൊനൗൺസിന്റെ കേസിൽ ഒരു എക്സെപ്ഷൻ ആണ്. ബാക്കിയുള്ള എല്ലാ പ്ലൂറൽ ആയിട്ടുള്ള പ്രൊനൗൺസും they, we, them ഒക്കെ എന്താണ്? പ്ലൂറൽ പ്രൊനൗൺസ് ആണ്. അതെല്ലാം എന്താണ് യൂസ് ചെയ്യുന്നത്? പ്ലൂറൽ വേർബ് ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ I എന്ന് പറയുന്നതും you എന്ന് പറയുന്നതും നമ്മള് പ്ലൂറൽ വേർബ്സ് ആണ് യൂസ് ചെയ്യുക. അത് സിംഗുലർ ആണെങ്കിലും നമ്മൾ അതിന്റെ കൂടെ എന്താണ് യൂസ് ചെയ്യുന്നത്? പ്ലൂറൽ വേർബ്സ് ആണ്. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. പ്രൊനൗൺസ് ഐ ആൻഡ് യു ടേക്ക് പ്ലൂറൽ വേർബ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോ ഐയും യുവും മാത്രം. ഐ എന്താ സിംഗുലർ അല്ലേ? ഞാൻ എന്ന് പറയുന്ന ഒരൊറ്റ വ്യക്തിയേ ഉള്ളൂ. യു, നീ എന്ന് പറയുന്നത് ഒരൊറ്റ വ്യക്തിയേ ഉള്ളൂ. അപ്പൊ നമ്മൾ സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ സിംഗുലർ വേർബ് അല്ലേ യൂസ് ചെയ്യേണ്ടത്? അതെ, പക്ഷെ ഇതൊരു എക്സെപ്ഷൻ കേസ് ആണ് ഇംഗ്ലീഷ് ഗ്രാമറിൽ. ഐ ഗോ ടു സ്കൂൾ ബൈ ബസ്. ഐ ഗോസ് എന്ന് പറയോ? ബിക്കോസ് ഗോസ് അല്ലേ മാം? ഗോസ് ആണല്ലോ ഗോ എന്നുള്ള വേർബിന്റെ സിംഗുലർ ഫോം. അപ്പൊ ഐ സിംഗുലർ ആണ്, ഞാൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്. ഐ ഗോസ് എന്നല്ലേ പറയേണ്ടത്? അതാണ് പറഞ്ഞത്. ഐയും യുവും വരുമ്പോ ഇംഗ്ലീഷ് ഗ്രാമറിൽ നമ്മൾ പ്ലൂറൽ വേർബ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഐ ഗോ to school by
bus. You dance beautifully. You, നീ dance beautifully. Dances എന്ന് പറഞ്ഞാൽ അതെന്തായി? സിംഗുലർ ആയി. അപ്പൊ പ്ലൂറൽ വേർബ് ആണ് ഐന്റെയും യുവിന്റെയും കൂടെ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, I have cleaned the room. You have built. I have, has എന്താണ്? സിംഗുലർ ആണ്. Have എന്ന് പറയുമ്പോൾ പ്ലൂറൽ ആണ്. ഓക്കെ, I have, ഹാസിന്റെയും ഹാവിന്റെയും യൂസേജ് നമ്മൾ സെപ്പറേറ്റ് ഒരു ക്ലാസ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, I have cleaned the room. You have built a beautiful house. ഓക്കെ, അപ്പോ നമ്മൾ എപ്പോഴും എന്ത് യൂസ് ചെയ്യണം? പ്ലൂറൽ വേർബ് യൂസ് ചെയ്യണം I and you എന്ന് പറയുന്ന പ്രൊനൗൺസിന്റെ കൂടെ. ക്ലിയർ ആയല്ലോ? I hope it is clear to you. ഇനി ഇത്രയും പറഞ്ഞത് ഞാനൊന്ന് സമ്മറൈസ് ചെയ്ത് പറയാം. നമ്മള് സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ സിംഗുലർ വേർബ് തന്നെ യൂസ് ചെയ്യണം. പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ പ്ലൂറൽ വേർബ് യൂസ് ചെയ്യണം. പക്ഷേ പ്ലൂറൽ വേർബ് യൂസ് ചെയ്യുന്ന ഒരു കേസ് കൂടിയുണ്ട്. I and you എന്ന് പറയുന്ന പ്രൊനൗൺസിന്റെ കൂടെ പ്ലൂറൽ വേർബ് യൂസ് ചെയ്യണം. ഞാൻ നിങ്ങളടുത്ത് പറയാണ്, യു ഷുഡ് കീപ് എ നോട്ട്ബുക്ക് വിത്ത് യു. ഓക്കെ, ഗ്രാമർ സെഷൻസ് അറ്റൻഡ് ചെയ്യുമ്പോൾ ഒരു നോട്ട്ബുക്ക് കയ്യിൽ വെക്കുക, ഇത് പോയിന്റ്സ് നോട്ട് ചെയ്യുക കേട്ടോ. കാരണം ഗ്രാമർ റൂൾസ് ഫിക്സ്ഡ് ആണ് അല്ലെ, നമുക്കത് മാറ്റിമറിക്കാൻ പറ്റില്ല. ഇതെന്താ അങ്ങനെയെന്ന് ചോദിച്ചാൽ ഇംഗ്ലീഷ് ലാംഗ്വേജില് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഗ്രാമറിൽ അത് അങ്ങനെയാണ്. അപ്പോ നമ്മൾ അത് അങ്ങനെ തന്നെ പഠിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ, അപ്ലൈ ചെയ്യാൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ എപ്പോഴും ഒരു നോട്ട്ബുക്ക് ഗ്രാമർ സെഷൻസിന് വരുമ്പോൾ ഒരു നോട്ട്ബുക്ക് കയ്യിൽ വെക്കുക. ആൻഡ് യു ഷുഡ് നോട്ട് ഡൗൺ ദീസ് തിങ്സ്. ഓക്കെ, അപ്പോ ഇതാണ് സിംഗുലർ സബ്ജക്ട്, സിംഗുലർ വേർബ്, പ്ലൂറൽ സബ്ജക്ട്, പ്ലൂറൽ വേർബ്. ആൻഡ് എക്സെപ്ഷൻ വരുന്നത് എവിടെയാ? I, you എന്ന് പറയുന്ന പ്രൊനൗൺസിന്റെ കൂടെ you should use plural verb. ക്ലിയർ ആയല്ലോ? ഇത്രയും പക്ക ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് നമുക്ക് ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. സിംഗുലർ ആൻഡ് പ്ലൂറൽ കളക്റ്റീവ് നൗൺസ് ആണ്. കളക്റ്റീവ് നൗൺ എന്ന് പറഞ്ഞാൽ എന്താ? ഓക്കെ, കളക്റ്റീവ് നൗൺ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. A team of players. Team, T-E-A-M, team. Okay, a team of players എന്ന് പറയുമ്പോൾ ഒരു ഗ്രൂപ്പിനെ ഡിനോട്ട് ചെയ്യുന്ന നൗൺ ആണ് കളക്റ്റീവ് നൗൺ എന്ന് പറയുന്നത്. കളക്റ്റീവ്, കളക്ഷൻ, ഗ്രൂപ്പ്. ഓക്കെ, ഒരു ഗ്രൂപ്പിനെ ഡിനോട്ട് ചെയ്യുന്ന നൗണിനെയാണ് നമ്മൾ കളക്റ്റീവ് നൗൺസ് എന്ന് പറയുന്നത്. അത് സിംഗുലറും ഉണ്ട് പ്ലൂറലും ഉണ്ട്. ഓക്കെ, സോ നിങ്ങൾ എഴുതി വെക്കുക, നോട്ടിൽ എഴുതി വെക്കുക, സബ്ജക്ട് വേർബ് അഗ്രിമെന്റ് ഓഫ് കളക്റ്റീവ് നൗൺസ്. കളക്റ്റീവ് നൗൺ എന്ന് എഴുതുക. എന്നിട്ട് കളക്റ്റീവ് നൗൺ എന്താണ്? ഗ്രൂപ്പിനെ ഡിനോട്ട് ചെയ്യുന്നതാണ്. എക്സാമ്പിൾ എന്താ? ടീം ഓഫ് പ്ലെയേഴ്സ്, എ ബഞ്ച് ഓഫ് ബനാനാസ്, എ സ്വാം ഓഫ് ബീസ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഒരു ഹേർഡ് ഓഫ് ഷീപ്പ്. അതാണ് കളക്റ്റീവ് നൗൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ആ കളക്റ്റീവ് നൗൺസ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ എന്താണ് അതിന്റെ സബ്ജക്ട് വേർബ് അഗ്രിമെന്റ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. It depends on whether the collective noun is treated as a singular or plural. ഓക്കെ, അപ്പൊ നമ്മൾ പറയുന്ന കോണ്ടെക്സ്റ്റ്, ആ സാഹചര്യം, ആ സിറ്റുവേഷൻ അനുസരിച്ചിട്ടിരിക്കും കളക്റ്റീവ് നൗൺസിന്റെ കേസ്. ഓക്കെ, നമുക്ക് ഇങ്ങനെ ആവുമെന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ ഒരു യൂണിറ്റിനെ മൊത്തമായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നതെങ്കിൽ അതിന് നമ്മൾ സിംഗുലർ ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ടാണ് പറയുന്നതെങ്കിൽ എന്തായിരിക്കണം? സിംഗുലർ വേർബ് യൂസ് ചെയ്യണം. നമുക്കറിയാം അല്ലെ, സിംഗുലറിന്റെ കൂടെ സിംഗുലർ വേർബ് യൂസ് ചെയ്യണം. പക്ഷെ കളക്റ്റീവ് നൗൺ ഇപ്പൊ ഞാൻ പറയാണ്, എക്സാമ്പിൾസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ അതേസമയം ആ ഗ്രൂപ്പിലെ ഓരോ വ്യക്തിനെ എടുത്തിട്ടാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ അതെന്തായി? പ്ലൂറലായി. ഓക്കെ, എക്സാമ്പിൾസ് നോക്കാം. Let's move on to the next slide. When a collective noun, singular in the case of singular collective nouns. When a collective noun is treated as a single entity or unit, it takes a singular verb. Okay? The orchestra performs beautifully. Okay, ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. The orchestra performs beautifully. ഓർക്കസ്ട്രനെ നമ്മളൊരു സിംഗിൾ യൂണിറ്റ്, ഓർക്കസ്ട്ര എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഓർക്കസ്ട്രയിൽ ഒരാളാണോ ഉണ്ടാവുക?
അല്ലല്ലോ. നമുക്കറിയാം ഓർക്കസ്ട്രയിൽ ഒരുപാട് ഇപ്പൊ ഗിറ്റാറിസ്റ്റ് ഉണ്ടാവും, വോക്കൽസ് കൊടുക്കുന്ന സിംഗേഴ്സ് ഉണ്ടായിരിക്കും, ഓർഗൻ പ്ലേ ചെയ്യുന്നവരുണ്ടായിരിക്കും, ഡ്രംസ് ഉണ്ടായിരിക്കും. അപ്പൊ പല ആളുകളുടെ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മള് ഓർക്കസ്ട്ര എന്ന് പറഞ്ഞത്. അപ്പൊ അത് പ്ലൂരൽ അല്ലേ വരേണ്ടത്? പക്ഷെ ഇവിടെ എന്താ, ഓർക്കസ്ട്ര പെർഫോംസ് ബ്യൂട്ടിഫുള്ളി എന്ന് പറയുമ്പോൾ ഓർക്കസ്ട്ര ആ ഒരു സിംഗിൾ യൂണിറ്റ് അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു എന്ന് പറയാണ്, ബ്യൂട്ടിഫുൾ ആയിട്ട് പെർഫോം ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ പറയുമ്പോ നമ്മള് എന്താ അവിടെ കൺസിഡർ ചെയ്തേ, ആ ഓർക്കസ്ട്രനെ ഒരൊറ്റ ഗ്രൂപ്പായിട്ട് സിംഗുലർ സബ്ജക്റ്റ് ആയിട്ടാണ് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തത്. അതുകൊണ്ട് അവിടെ പരാമർശിച്ചത് ആ ഓർക്കസ്ട്ര എന്ന് പറയുന്ന ഒരു സിംഗിൾ ഗ്രൂപ്പിനെ സിംഗുലർ ആയിട്ടാണ് അവിടെ ട്രീറ്റ് ചെയ്തത്. അതുകൊണ്ടാണ് പെർഫോംസ് എന്ന് പറയുന്ന സിംഗുലർ വേർബ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇനി ഇതിന്റെ പ്ലൂരൽ എങ്ങനെ ആക്കി മാറ്റാം എന്നുള്ളത് നമ്മൾ അടുത്തത് നോക്കും. ഈ എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓർക്കസ്ട്ര ആർ ട്യൂണിങ് ദെയർ ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയാ വിചാരിച്ചോ. അപ്പൊ ഓർക്കസ്ട്ര ആർ ട്യൂണിങ് ദെയർ ഇൻസ്ട്രുമെന്റ്സ്. ഓക്കെ, അപ്പൊ അവിടെ ആറാണ് നമ്മൾ കൊടുത്ത്, പ്ലൂരൽ ആണ് നമ്മൾ കൊടുത്തത്. അപ്പൊ എന്താ, ഓർക്കസ്ട്രനെ നമ്മൾ പ്ലൂരൽ ആയി ട്രീറ്റ് ചെയ്തേ, ഓർക്കസ്ട്ര ആർ ട്യൂണിങ് ദെയർ ഇൻസ്ട്രുമെന്റ്സ്. അപ്പൊ ഓർക്കസ്ട്രനെ നമ്മൾ ഡിഫറെന്റ്, ആ ഒരു ഓർക്കസ്ട്രയിലുള്ള ഡിഫറെന്റ് പീപ്പിളിനെയാണ് നമ്മൾ ഒരു ഓർക്കസ്ട്ര ആർ ട്യൂണിങ് ദെയർ അപ്പം കോൺസേർട്ട് തുടങ്ങുന്നതിന് മുന്നേ അവര് ജസ്റ്റ് ഇൻസ്ട്രുമെന്റ്സ് ട്യൂൺ ചെയ്യാണ് എന്ന് പറയുമ്പോൾ അതിൽ ഓരോ വ്യക്തിയും എന്താണ് ട്യൂൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ആ ഒരു നമ്മുടെ ആ മെഷീൻസും ആ ടൂൾസ് എല്ലാം അവര് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആ ഇൻസ്ട്രുമെന്റ്സ് എല്ലാം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ ആർ എന്നുള്ള പ്ലൂരൽ വേർബ്സ് യൂസ് ചെയ്തു. അതേസമയം അവര് നന്നായി പെർഫോം ചെയ്തു എന്ന് പറയുമ്പോൾ എവറി സിംഗിൾ വൺ, അപ്പൊ മൊത്തം ഒരു ഗ്രൂപ്പ് ആയിട്ട് നമ്മൾ എടുത്തപ്പോ അവര് നന്നായി പെർഫോം ചെയ്തു എന്ന് പറയുന്ന ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ അതിനെ സിംഗുലർ ആയി കണ്ടു, അതുകൊണ്ട് സിംഗുലർ വേർബ് കൊടുത്തു. അതേസമയം അവര് ഓർക്കസ്ട്ര ഇൻസ്ട്രുമെന്റ്സ് ട്യൂൺ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ ഗ്രൂപ്പ് മൊത്തം ഇങ്ങനെ നിന്ന് ട്യൂൺ ചെയ്തുകൊണ്ടിരിക്കുക എന്ന് ഉള്ള അർത്ഥമല്ലല്ലോ അവിടെ വരുന്നത്. അതിലുള്ള ആൾക്കാര് ഇൻസ്ട്രുമെന്റ്സ് ഇങ്ങനെ ട്യൂൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആരൊക്കെയോ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് മീനിങ് വരുന്നത്. അപ്പൊ അവരെ നമ്മൾ മൊത്തം ഒരു ഗ്രൂപ്പായിട്ടല്ല കണ്ടേ, അതുകൊണ്ട് എന്തായി, പ്ലൂരലായിട്ട് ട്രീറ്റ് ചെയ്തു. അപ്പം കൺഫ്യൂസ്ഡ് ആയോ? വേറൊരു എക്സാമ്പിൾ കൂടി നോക്കാം. ദ കമ്പനി ഈസ് റീലൊക്കേറ്റിംഗ് ഇറ്റ്സ് ഹെഡ് ക്വാർട്ടർ. ഈസ് യൂസ് ചെയ്തു. കമ്പനി എന്ന് പറയുമ്പോൾ എന്താണ്, കമ്പനി ഈസ് റീലൊക്കേറ്റിംഗ് ഇറ്റ്സ് ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ ഓക്കെ, അത് നമ്മുടെ സിംഗുലർ കളക്റ്റീവ് നൗണിൽ വരുന്നതാണ്. കമ്പനി ഈസ് റീലൊക്കേറ്റിംഗ് ഇറ്റ്സ് ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞാല് എന്താ, കമ്പനിനെ മൊത്തത്തിലൊരു യൂണിറ്റ് ആയി, ആ യൂണിറ്റ് അങ്ങനെ അവർ റീലൊക്കേറ്റ് ചെയ്യാണ്, അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് റീലൊക്കേറ്റ് ചെയ്യാണ് എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ സിംഗുലർ ആയി ട്രീറ്റ് ചെയ്തു, സിംഗുലർ വേർബ് കൊടുത്തു. ഓക്കെ, ദെൻ ദ ഓഡിയൻസ് വാസ് കാപ്റ്റിവേറ്റഡ് ബൈ ദ പെർഫോമൻസ്. ഓഡിയൻസ് എവ്രിവൺ, മൊത്തം ഓഡിയൻസും പെർഫോമൻസ് കണ്ട് എന്തായിരുന്നു, അന്തം വിട്ടു എന്ന് പറയാണ്. അപ്പൊ ആ ഓഡിയൻസിനെ നമ്മൾ സിംഗുലർ ആയിട്ടാണ് കണ്ടത്, അല്ലെങ്കിൽ ഓരോരുത്തരും. ഇനിയിപ്പൊ അതിനെ നമുക്ക് എങ്ങനെ പ്ലൂരൽ ആക്കാം? ദ ഓഡിയൻസ് വേർ ഡിഫറെന്റ് ഇൻ ദെയർ ഒപ്പീനിയൻസ്. കണ്ടോ? അപ്പൊ ഓഡിയൻസ് വേർ, WERE വേർ, ദ ഓഡിയൻസ് വേർ ഡിഫറെന്റ് ഇൻ ദെയർ ഒപ്പീനിയൻസ്. അപ്പോ ആ ഓഡിയൻസ് മൊത്തമായിട്ടല്ല നമ്മൾ എടുത്തത്, ഓഡിയൻസിലുള്ള ചില ആൾക്കാർക്ക് ഡിഫറെന്റ് ഒപ്പീനിയൻ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ പ്ലൂരൽ യൂസ് ചെയ്തു. ഓക്കെ, സോ പ്ലൂരൽ കളക്റ്റീവ് നൗൺ ആണോ എന്ന് തീരുമാനിക്കുന്നത് എങ്ങനെയാണ്? സാഹചര്യം, കോണ്ടെക്സ്റ്റ് നോക്കിയിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത്. നമ്മൾ പറയുന്നതിന്റെ കോണ്ടെക്സ്റ്റ്. ഇനി വേറൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ദ ഫാമിലി ഈസ് ഗോയിങ് ഫോർ ആൻ ഔട്ടിങ്. ദ ഫാമിലി ഈസ് ഗോയിങ് ഫോർ ആൻ ഔട്ടിങ്. ഫാമിലിനെ നമ്മൾ എല്ലാരും പോകുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ എന്തായി, ആ ഒരു ഫാമിലി എന്ന് പറയുന്നതിനെ സിംഗുലർ യൂണിറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ട് ഈസ് എന്ന വേർബ് സിംഗുലർ കൊടുത്തു. ഇനി ഞാൻ പറയാണ്, ദ ഫാമിലി ഹാവ് ഡിഫറെന്റ് പ്ലാൻസ്. ക്ലിയർ ആയോ? ഫാമിലി ഹാവ് എപ്പോഴാ യൂസ് ചെയ്യാ? ഇറ്റ്സ് പ്ലൂറൽ അല്ലേ? അപ്പൊ നമ്മൾ പ്ലൂറൽ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ദ ഫാമിലി ഹാവ് ഡിഫറെന്റ് പ്ലാൻസ്. അപ്പൊ ആ ഒരു ഫാമിലിയിൽ ഉള്ള ആളുകളെയാണ് നമ്മൾ കൺസിഡർ ചെയ്തത്, അവർക്ക് ഡിഫറെന്റ് പ്ലാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ അത് എന്തായി ട്രീറ്റ് ചെയ്തു? പ്ലൂരലായി ട്രീറ്റ് ചെയ്തു. ക്ലിയർ ആയോ? അപ്പോ കളക്റ്റീവ് നൗൺസ് വരുമ്പോ
എങ്ങനെയാണ്? സാഹചര്യം നോക്കിയിട്ടാണ് സിംഗുലർ ആണോ പ്ലൂരൽ ആണോ എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. നമ്മൾ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് നോക്കിയിട്ടാണ് നമ്മൾ സിംഗുലർ യൂസ് ചെയ്യണോ അതോ പ്ലൂരൽ യൂസ് ചെയ്യണോ എന്ന് മനസ്സിലാക്കുന്നത്. ക്ലിയർ ആയല്ലോ? അതിന്റെ എക്സാമ്പിൾ ഇത് ഫാമിലിയുടെ ഒരു എക്സാമ്പിൾ ഓർത്താൽ മതി. ദ ഫാമിലി ഈസ് ഗോയിങ് ഫോർ ആൻ ഔട്ടിംഗ്. ദ ഫാമിലി ഹാവ് ഡിഫറെന്റ് പ്ലാൻസ്. ഓക്കെ, അപ്പൊ സിംഗുലർ നമ്മൾ എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് അതനുസരിച്ചിട്ട് നമ്മുടെ പ്ലൂരൽ ആണോ സിംഗുലർ ആണോ എന്നുള്ളത് കോണ്ടെക്സ്റ്റ് എന്ന് പറയും. നമ്മുടെ സർക്കംസ്റ്റൻസ്, നമ്മൾ പറയുന്ന ആ സിറ്റുവേഷൻ എന്താണോ, നമ്മൾ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നനുസരിച്ചിട്ട് ഇരിക്കും. ഇപ്പൊ ഓഡിയൻസിന്റെ കാര്യം നമ്മൾ പറഞ്ഞു അല്ലെ, ദ ഓഡിയൻസ് വാസ് captivated by the performance എന്ന് പറഞ്ഞു. The audience were different in their opinions. അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾക്ക് വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. കളക്റ്റീവ് നൗൺസ് വരുമ്പോ സിംഗുലർ ആണോ പ്ലൂരൽ ആണോ എന്ന് തീരുമാനിക്കുന്നത് എങ്ങനെയാണ്? അതിന്റെ കോണ്ടെക്സ്റ്റ് നോക്കിയിട്ടാണ്. എന്നിട്ട് സിംഗുലർ ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നതെങ്കിൽ വേർബ് സിംഗുലർ കൊടുക്കുക. പ്ലൂരൽ ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത് എങ്കിൽ പ്ലൂരൽ വേർബ് കൊടുക്കുക. ഓക്കെ, ക്ലിയർ ആയല്ലോ? കൺഫ്യൂസ്ഡ് ആയോ? ഇപ്പൊ ഈ ഫാമിലിയുടെയും ഈ ഓഡിയൻസിന്റെയും എക്സാമ്പിൾ ഓർത്താൽ മതി. എപ്പോഴും നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുമ്പോൾ മനസ്സിലാവും എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നനുസരിച്ചിട്ടാണ് നമ്മൾ ഈ വേർബ് സിംഗുലർ ആണോ പ്ലൂരൽ ആണോ കൊടുക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ടു യു. നൗ കുറച്ച് റൂൾസ് ഉണ്ട്, അതെന്തൊക്കെയാണ് എന്ന് നോക്കാം. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. ഫസ്റ്റ് റൂള്, ഇതെല്ലാം പ്ലീസ് നോട്ട് ദിസ് ഡൗൺ. ഓക്കെ, ഇതെല്ലാം നോട്ട് ചെയ്ത് വെക്കണം. നിങ്ങൾ ക്ലാസ് കേൾക്കുന്നതോട് കൂടി തന്നെ ഈ കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, when more than one noun is joined by the conjunction or the subject is considered to be singular and a singular verb is used. Okay, or യൂസ് ചെയ്യുമ്പോൾ സിംഗുലർ ആണ് ഉപയോഗിക്കുക. രണ്ട് നൗണിനെ ഓർ വെച്ച് നമ്മൾ ഓർ എന്ന് പറയുന്ന കൺജങ്ഷൻ വെച്ച് നമ്മൾ ജോയിൻ ചെയ്യണമെങ്കിൽ ആ സബ്ജക്റ്റ് നമ്മൾ അവിടെ കൊടുക്കുന്ന വേർബ് ഏതാണ്? സിംഗുലർ ആണ്. അപ്പോ രണ്ട് നൗണിനെ ഓർ വെച്ച് നമ്മൾ കമ്പൈൻ ചെയ്താൽ അത് സിംഗുലർ ആയിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ സിംഗുലർ വേർബ് യൂസ് ചെയ്യണം. എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ന്യൂ ബുക്ക്, ബുക്ക് ഈസ് എ നൗൺ അല്ലെ. ഓർ മൂവി, മൂവി എന്നുള്ളത് വേറൊരു നൗൺ. അങ്ങനെ രണ്ട് നൗണിനെ, ബുക്ക് എന്ന് പറയുന്ന ഒരു നൗണിനെയും മൂവി എന്ന് പറയുന്ന ഒരു നൗണിനെയും നമ്മൾ ഓർ വെച്ചിട്ട് എന്ത് ചെയ്തു? ജോയിൻ ചെയ്തു. ഈസ് എന്ന് പറയുന്ന സിംഗുലർ വേർബ് കൊടുക്കുകയും ചെയ്തു. ക്ലിയർ ആയോ? അപ്പൊ ഓർ വെച്ചിട്ട് രണ്ട് നൗണിനെ ജോയിൻ ചെയ്യുമ്പോൾ സിംഗുലർ വേർബ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. ന്യൂ ബുക്ക് ഓർ എ ന്യൂ മൂവി ഈസ് എ ഗ്രേറ്റ് വേ ടു റിലാക്സ്. ഈസ് എന്ന് പറയുന്ന വേർബ് കൊടുത്തു. വേറൊരു എക്സാമ്പിൾ നോക്കാം. ലാപ്ടോപ്പ് ഓർ എ ടാബ്ലറ്റ്, ഓർ വെച്ച് ജോയിൻ ചെയ്തു അല്ലെ. ഈസ് റിക്വയർഡ് ഫോർ ദിസ് ക്ലാസ്, ഈസ് എന്ന് പറയുന്ന സിംഗുലർ വേർബ് കൊടുത്തു. യുവർ മോം ഓർ യുവർ ഡാഡ് ഹാസ് ടു ബി ഹിയർ ഇൻ an hour. മോം എന്ന് പറയുന്ന നൗൺ, ഡാഡ് എന്ന് പറയുന്ന നൗൺ ഓർ വെച്ച് ജോയിൻ ചെയ്തു. ഹാസ് എന്ന് പറയുന്ന വേർബ് സിംഗുലർ വേർബ് നമ്മളവിടെ കൊടുത്തു. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. രണ്ട് നൗണിനെ ഓർ വെച്ച് ജോയിൻ ചെയ്യുകയാണെങ്കിൽ അത് സിംഗുലർ ആയിട്ടാണ് കണക്കാക്കുക. അതുകൊണ്ട് നമ്മൾ സിംഗുലർ വേർബ് വേണം അവിടെ യൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, അതാണ് ഫസ്റ്റ് കേസ്. നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. എനിബഡി, എനിവൺ, നോ വൺ, സംബഡി, സംവൺ, എവ്രിബഡി, എവ്രിവൺ, നത്തിങ് ആൻഡ് നോബഡി. ഇതൊക്കെ എഴുതി വെച്ചോളൂ കേട്ടോ. ഈ പറയുന്ന വേർഡ്സ് നമ്മൾ ഇൻഡെഫിനിറ്റ് പ്രൊനൗൺസ് എന്ന് പറയും. ഈ പറയുന്ന വേർഡ്സ് നമ്മൾ സിംഗുലർ ആയിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് സിംഗുലർ വേർബ് യൂസ് ചെയ്യണം. ഓർ വെച്ച് ജോയിൻ ചെയ്യുന്നതിന് നമ്മൾ സിംഗുലർ ആയിട്ട് കണക്കാക്കുന്നു, സിംഗുലർ വേർബ് യൂസ് ചെയ്യുന്നു. അതേപോലെ തന്നെയാണ് ഈ പറഞ്ഞ വേർഡ്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, സെന്റൻസസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് സിംഗുലർ ആയിട്ടുള്ള സബ്ജക്റ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് സിംഗുലർ വേർബ് യൂസ് ചെയ്യണം. എക്സാമ്പിൾ, എവ്രി വൺ ഈസ്. എവ്രി വൺ എന്ന് പറയുമ്പോൾ എല്ലാരും. ആറാണോ അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്? അല്ലല്ലോ, ഈസ് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോ എവ്രി വൺ ഈസ് ഇൻവൈറ്റഡ് ടു ദ പാർട്ടി. നോബഡി വാണ്ട്സ്. വാണ്ട്സ് എന്നുള്ളതാണ് സിംഗുലർ ഫോം ഓഫ് ദ വേർബ്. Someone has. Okay. Does.
does, do, does. മനസ്സിലായോ? Does anybody know the correct answer? അപ്പൊ ഇത്രയേ ഉള്ളൂ. ഈ പറയുന്ന ഇൻഡെഫിനിറ്റ് പ്രൊനൗൺസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ, ഈ പറയുന്ന വേർഡ്സ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ള ഇത്രയും വേർഡ്സ് നമ്മൾ യൂസ് ചെയ്തിട്ട് ഒരു സെന്റൻസിൽ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ അത് സിംഗുലർ ആയിട്ട് കൺസിഡർ ചെയ്യണം. ആൻഡ് എന്ത് ചെയ്യണം? സിംഗുലർ വേർബ് ഷുഡ് ബി യൂസ്ഡ്. Okay, now let's move on to the next slide. Singular nouns ending in yes can be somewhat confusing because they look plural, but they are in fact singular. ഒന്നുമില്ല, എസ് വെച്ചിട്ട് എൻഡ് ചെയ്യുന്ന ചില സിംഗുലർ വേർഡ്സ് ഉണ്ടായിരിക്കും അല്ലെ. അതിന്റെ എക്സാമ്പിൾ ആണ് മാത്തമാറ്റിക്സ്. മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് സിംഗുലർ ആണല്ലേ. മാത്തമാറ്റിക്സ്, കണക്ക് എന്ന് പറയുന്നത് സിംഗുലർ ആണ്. പക്ഷെ അത് എസ് വെച്ച് എൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഡൗട്ട് ഉണ്ടാവും ഇത് പ്ലൂറൽ ആണോ എന്ന്. അങ്ങനത്തത് നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് ഇത് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ ന്യൂസ്, NEWS, ന്യൂസ്, ന്യൂസ് സിംഗുലർ ആണ്. അല്ലെങ്കിൽ ക്യാമറ, ലെൻസ്, ലെൻസ്, ലെൻസ് നമ്മള് ലെൻസ് എസ് വെച്ച് എൻഡ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് അതെന്തല്ല, പ്ലൂറൽ അല്ല, സിംഗുലർ ആണ് അല്ലെ. ഇപ്പൊ എസ് വെച്ച് ഫിസിക്സ്, ഓക്കെ, എസ് വെച്ചിട്ട് എൻഡ് ചെയ്യുന്ന വേർഡ്സ് ഉണ്ടായിരിക്കും. അതിന്റെ സ്പെല്ലിംഗ് അങ്ങനെയാണ്. അത് എസ് വെച്ച് എൻഡ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. അത് എസ്ഒ ഇഎസ്ഒ ചേർത്ത് നമുക്ക് പ്ലൂറൽ ആവും എന്നുള്ള ആ ഒരു ഡൗട്ട് അവിടെ ഉണ്ടാവരുത്. അത് സിംഗുലർ ആണ്. അപ്പൊ അതിൽ സിംഗുലർ വേർബ്സ് തന്നെ യൂസ് ചെയ്യണം. ഓക്കെ, now let's move on to the next slide. When the subject refers to a period of time, distance, quantity or sum of money, use a singular verb. ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇപ്പൊ ഒരു ടൈം ആണ് കാണിക്കുന്നത്, 2 hours. ഓക്കെ, എക്സാമ്പിൾ ആണ് ടൈം. അല്ലെങ്കിൽ ക്വാണ്ടിറ്റി, ഇപ്പൊ ഇവിടെ കൊടുത്തിട്ടുള്ള പോലെ 5 kilograms ഒരു ക്വാണ്ടിറ്റി ആണ് കാണിക്കുന്നത്. ഒരു ഡിസ്റ്റൻസ് ഇത്രയും കിലോമീറ്റേഴ്സ് ആണ് കാണിക്കുന്നത്. ഓർ സം ഓഫ് മണി, മേ ബി 2000 rupees, ഓക്കെ, ആണ് കാണിക്കുന്നതെങ്കിൽ അത് സിംഗുലർ ആയിട്ടാണ്, അത് സിംഗുലർ സബ്ജക്റ്റ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? സിംഗുലർ വേർബ് യൂസ് ചെയ്യണം. 5 kilograms is the maximum weight. 5 kilograms are the maximum എന്ന് പറയോ? പറയാൻ പാടില്ല എന്നാണ് ഇംഗ്ലീഷ് ഗ്രാമറിന്റെ റൂള്. 5 kilograms is the maximum weight. Okay, 2 hours is a long time. 1267 kilometers is too long for us to travel in half a day. ഈസ് ആണ് യൂസ് ചെയ്ത്, കണ്ടോ? 10 years നമ്മൾ ടൈം പീരീഡ് പറയാണ്. 10 years is not considered optimum to go on the water slide. ഓക്കെ, ഒരു ടൈം പീരീഡ് അല്ലെങ്കിൽ ഏജ് ഒക്കെ പറയാണ്. ഇയേഴ്സ് ആണെന്ന് വിചാരിച്ചിട്ട് 6 നമ്മൾ യൂസ് ചെയ്യരുത്. അപ്പൊ ടൈം പീരീഡ് പറയുമ്പോൾ ഡിസ്റ്റൻസ്, ക്വാണ്ടിറ്റി, സം ഓഫ് മണി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ എന്ത് പറയും? നൗൺസ് ഓഫ് മെഷർമെന്റ് എന്നാണ് ഇതിനെ പറയാ. അങ്ങനത്തെ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യരുത്? പ്ലൂറൽ ആണെന്ന് തെറ്റിദ്ധരിക്കരുത്. സിംഗുലർ വേർബ് വേണം യൂസ് ചെയ്യാൻ. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. ഇനി ഹിയർ, ദേർ, ദിസ്, ദാറ്റ്, ദോസ്, ദീസ്, ഇത്രയും വേർഡ്സ് ഒക്കെ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സെന്റൻസുകൾ. ഓക്കെ, ഇത്രയും വേർഡ്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സെന്റൻസുകളെ നമ്മള് എങ്ങനെ ഡീൽ ചെയ്യണം? ദ സബ്ജക്ട് ഫോളോസ് ദ വേർബ്. ഓക്കെ, വേർബ് കഴിഞ്ഞിട്ടാണ് അവിടെ സബ്ജക്ട് വരുന്നത്. ആൻഡ് ദ വേർബ് ഹാസ് ടു ബി ഗിവൺ വിത്ത് റെഫറൻസ് ടു ദ സബ്ജക്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ, ഇത് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല. നമ്മൾ ഇത്രയേ ഉള്ളൂ. ഈ ദിസ്, ദാറ്റ്, ദേർ, ഹിയർ ഈ പറഞ്ഞ വേർഡ്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോ എന്താണ്? ആദ്യം വേർബ് ആണ് വരിക. ഇത്രയും കണ്ടപ്പോ നമ്മൾ ആദ്യം സബ്ജക്റ്റ് ആണ് വന്നത് അല്ലെ. അപ്പൊ ആദ്യം വേർബ് വരും. ആ വേർബ് സബ്ജക്റ്റിനനുസരിച്ചിട്ട് കൊടുക്കണം എന്നേ ഉള്ളൂ. അതിന്റെ എക്സാമ്പിൾ, ഹിയർ ഈസ് യുവർ ബുക്ക്. ഈസ് എന്നുള്ള വേർബ് ആണ് ആദ്യം വന്നത്, ബുക്കാണ് സബ്ജക്റ്റ്. അപ്പൊ ബുക്ക് സിംഗുലർ ആയതുകൊണ്ട് ഈസ് എന്നുള്ള വേർബ് നമ്മൾ സിംഗുലർ യൂസ് ചെയ്തു. ഇനി there lies your shirt. ഷർട്ട് എന്നുള്ള സബ്ജക്റ്റ് ലാസ്റ്റിലാ വന്നത് അല്ലെ. ലൈസ് എന്നുള്ള വേർബ് ആണ് ഫസ്റ്റ് വന്നത്, സിംഗുലർ ആണ് യൂസ് ചെയ്തത്. ഇനി ചേഞ്ച് കണ്ടോ? ലാസ്റ്റ് എക്സാമ്പിൾ നോക്കിയേ. there have been many changes in the timetable. changes in the timetable. ഓക്കെ, ടൈം ടേബിളില് ചേഞ്ചസ് എന്ന് പറയുന്നത് എന്താണ്? സിംഗുലർ വേർബ് അവിടെ യൂസ് ചെയ്തു. ടൈം ടേബിൾ എന്താണ്? സിംഗുലർ സബ്ജക്റ്റ് ആയതുകൊണ്ട്. ഓക്കെ, ക്ലിയർ ആയല്ലോ?
അപ്പോ ഇത്രയേ ഉള്ളൂ. there, here, this, that ഒക്കെ വെച്ച് ഇപ്പൊ ഞാൻ പറഞ്ഞ ഇത്രയും വേർഡ്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സ് സെന്റൻസസിൽ എപ്പോഴും വേർബ് ആദ്യം വരും, എന്നിട്ടാണ് സബ്ജക്റ്റ് വരിക. അപ്പൊ ഈ സബ്ജക്റ്റിനനുസരിച്ചിട്ടുള്ള വേർബ് കൊടുക്കണം. അത്രയേ ഉള്ളൂ. ഓക്കെ, now let's move on to the next slide. When a sentence begins with each or every, each അല്ലെങ്കിൽ every എന്നുള്ള വേർഡ്സ് വെച്ച് സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ it is considered as singular, so the word must also be singular. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഈച്ച് ആൻഡ് എവറി വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സ് ആണെങ്കിൽ അല്ലെങ്കിൽ സെന്റൻസസ് ആണെങ്കിൽ അതെന്താണ്, സിംഗുലർ ആയിട്ട് കൺസിഡർ ചെയ്യും. സോ ഇതൊക്കെ ഇങ്ങനെ തന്നെ പഠിച്ചേ പറ്റുള്ളൂ, കാരണം ഇംഗ്ലീഷ് ഗ്രാമറിന്റെ റൂൾ അങ്ങനെയാണ്. അപ്പൊ ഇത്രയും സബ്ജക്ട് വേർബ് അഗ്രിമെന്റ് നോക്കുമ്പോൾ ഇത്രയും റൂൾസ് നമ്മൾ അറിഞ്ഞിരിക്കണം. അതെന്താ മിസ് ചെയ്യുക, അപ്പൊ അങ്ങനെ യൂസ് ചെയ്താൽ നമുക്ക് പറ്റില്ല, കാരണം ഇംഗ്ലീഷ് ഗ്രാമർ പറയുന്ന റൂൾ അങ്ങനെയാണ്. അപ്പൊ നമ്മൾ അങ്ങനെ യൂസ് ചെയ്തേ പറ്റൂ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കേസസ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എക്സാമ്പിൾ കണ്ടോ, ഈച്ച് സ്റ്റുഡന്റ് ഹാസ് ബീൻ ആസ്ക്ഡ്. ഹാസ് എന്നുള്ള ഏത് വേർബാണ് നമ്മൾ യൂസ് ചെയ്തത്, സിംഗുലർ വേർബാണ് യൂസ് ചെയ്തത്. ഈച്ച് എവറി വെച്ചിട്ട് സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്ത് വേണം, വേർബ് സിംഗുലർ യൂസ് ചെയ്യണം. സിംഗുലർ ആയിട്ടാണ് കണക്കാക്കുന്നത്, അതുകൊണ്ട് സിംഗുലർ യൂസ് ചെയ്യണം. എവറി ടീച്ചർ, പാരന്റ് ആൻഡ് സ്റ്റുഡന്റ്. അപ്പൊ ടീച്ചർ, പാരന്റ്, സ്റ്റുഡന്റ് മൂന്നാളുണ്ട്. അപ്പൊ അത് പ്ലൂറൽ അല്ലേ? അല്ല, ബിക്കോസ് എവറി എന്ന് പറയുന്ന വേർഡ് വെച്ചിട്ടാണ് ഈ സെന്റൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് എന്താണ്, സിംഗുലർ ആയിട്ട് കൺസിഡർ ചെയ്യണം. സിംഗുലർ വേർബായ ഈസ് നമ്മൾ അവിടെ യൂസ് ചെയ്തു. ഓക്കെ, പ്ലീസ് റൈറ്റ് ദീസ് ഡൗൺ. ഓക്കെ, ഇതെല്ലാം എഴുതി വെക്കണേ, എന്നാലേ നിങ്ങൾക്ക് പിന്നീട് എടുത്തത് ലൈക്ക് ബൈ ഹാർട്ട് ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. For the sentences using either or and neither nor, the verb should agree with the noun and pronoun that comes just before it. An example നോക്കാം. Neither Ricky nor Gina is here yet. Okay, അപ്പൊ നമ്മൾ പറഞ്ഞു ഏത് വേർബിന്റെ തൊട്ട് മുന്നുള്ള സബ്ജക്റ്റിൻ ഏതാണോ, സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് നോക്കിയിട്ടാണ് വേർബ് തീരുമാനിക്കുന്നത്. ഇവിടെ സിംഗുലർ ആണല്ലേ, റിക്കി നോർ ജീന. റിക്കി എന്ന് പറയുന്ന വ്യക്തി, ജീന എന്ന് പറയുന്ന വ്യക്തി സിംഗുലർ ആണ്. അതുകൊണ്ട് ഈസ് ഹിയർ യെറ്റ്, ഈസ് നമ്മൾ യൂസ് ചെയ്തു. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കിയോ, എയ്തർ ദ ടീച്ചർ ഓർ ദ സ്റ്റുഡൻസ്. സ്റ്റുഡൻസ് എന്നുള്ളത് അവിടെ പ്ലൂറൽ ആണ്, അതുകൊണ്ട് നമ്മൾ ഹാവ് ടു ടേക്ക് ദ ഇനീഷ്യേറ്റീവ്, ഹാവ് നമ്മൾ യൂസ് ചെയ്തു. Neither the children nor their parents are aware of the consequences. ചിൽഡ്രനും പാരന്റ്സും എന്താണ്, പ്ലൂറൽ ആണ്, അതുകൊണ്ട് നമ്മൾ ആറ് യൂസ് ചെയ്തു വെർബിന്റെ. അപ്പൊ എയ്തർ ഓർ, നെയ്തർ നോർ എന്ന് പറയുന്ന അത് വെച്ചിട്ട് നമ്മൾ സെന്റൻസസ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് എന്താണ്, വേർബിന്റെ തൊട്ട് മുന്നേ വരുന്ന സബ്ജക്റ്റ് ഏതാണോ, പ്ലൂറൽ ആണോ സിംഗുലർ ആണോ, അതിനനുസരിച്ചിട്ടായിരിക്കണം വേർബ് കൊടുക്കേണ്ടത് എന്നാണ് പറഞ്ഞത്. ഓക്കെ, സോ ഞാൻ ഒന്നുകൂടി ഒന്ന് ഇത്രയും സ്പെഷ്യൽ കേസസ് ഞാൻ ഒന്നുകൂടി ഒന്ന് പറയാം. ആദ്യം നമ്മൾ പറഞ്ഞു രണ്ട് നൗണിനെ, പ്ലീസ് 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 റൈറ്റ് ദീസ് ഡൗൺ. ഓക്കെ, ഇത് വായിച്ച് നിങ്ങൾ പഠിക്കുന്ന വേണം. ആദ്യം നമ്മൾ പറഞ്ഞു രണ്ട് നൗണിനെ ഓർ വെച്ചിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ അത് സിംഗുലർ ആയിട്ട് കണക്കാക്കും, അതുകൊണ്ട് നമ്മൾ സിംഗുലർ വേർബ് യൂസ് ചെയ്യണം. പിന്നെ നമ്മൾ കുറച്ച് ഇൻഡെഫിനിറ്റ് പ്രൊനൗൺസ് പറഞ്ഞു, അതായത് എനിബഡി, ഇൻഡെഫിനിറ്റ് പ്രൊനൗൺസ് ഒക്കെ നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, എനിബഡി, എനിവൺ, നോ വൺ, സംബഡി, സംവൺ, എവ്രിബഡി, ഇങ്ങനത്തെ വേർഡ്സ് വരുമ്പോ സിംഗുലർ ആയിട്ട് കണക്കാക്കപ്പെടും, അതുകൊണ്ട് സിംഗുലർ വേർബ് യൂസ് ചെയ്യണം. ഇനി സിംഗുലർ നൗൺസ് എൻഡിങ് വിത്ത് എസ്, ന്യൂസ്, ഫിസിക്സ്, മാത്തമാറ്റിക്സ്, ക്യാമറ ലെൻസ് ഒക്കെ നമ്മൾ പറഞ്ഞല്ലേ, സിംഗുലർ ആയ ഒരു വേർഡിന്റെ സ്പെല്ലിംഗ് എസ്സിലാണ് എൻഡ് ചെയ്യുന്നതെങ്കിൽ അത് കൺഫ്യൂസ്ഡ് ആവരുത്. സിംഗുലർ വേർഡ് ആണെങ്കിൽ സിംഗുലർ വേർബ് തന്നെ യൂസ് ചെയ്യണം എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞു പീരീഡ് ഓഫ് ടൈം, ഡിസ്റ്റൻസ്, ക്വാണ്ടിറ്റി, സം ഓഫ് മണി, ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ നൗൺസ് ഓഫ് മെഷർമെന്റ് എന്നാണ് പറയാ. ഈ നൗൺസ് ഓഫ് മെഷർമെന്റ് എന്തായിരിക്കണം, ഈ നൗൺസ് ഓഫ് മെഷർമെന്റ് സിംഗുലർ ആയിട്ടാണ് കണക്കാക്കുക. അപ്പൊ കിലോമീറ്റേഴ്സിന്റെ കാര്യം പറഞ്ഞില്ലേ, സിംഗുലർ ആയിട്ടാണ് കണക്കാക്കുക, അപ്പൊ സിംഗുലർ വേർബ് യൂസ് ചെയ്യണം.
Then നമ്മൾ പറഞ്ഞു ഹിയർ, ദർ, ദാറ്റ്, ദോസ്, ദീസ് എന്ന് പറയുന്നത് വരുമ്പോ വേർബ് എന്താണ് ആദ്യം വരും, അത് കഴിഞ്ഞിട്ടാണ് സബ്ജക്റ്റ് വരുന്നത്. അപ്പോ ഈ സബ്ജക്റ്റും വേർബും നമ്മൾ പറഞ്ഞ പോലെ സിംഗുലർ ആണെങ്കിൽ സിംഗുലർ, പ്ലൂറൽ ആണെങ്കിൽ പ്ലൂറൽ യൂസ് ചെയ്യണം. Then when a sentence begins with each or every, ഈച്ച് എന്ന് പറയുന്ന വേർഡ്, എവ്രി എന്ന പറയുന്ന വേർഡ് വെച്ചിട്ടാണ് സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഒന്നും നോക്കണ്ട, സിംഗുലർ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, സിംഗുലർ വേർബ് യൂസ് ചെയ്യണം. ഇനി നമ്മൾ പറഞ്ഞത് ലാസ്റ്റ് പറഞ്ഞത് എന്താ, എയ്തർ ഓർ, നെയ്തർ നോർ. ഇത് ആവുമ്പോ എങ്ങനെയാണ്, ഈ എയ്തർ ഡാഷ് ഓർ ഡാഷ് അല്ലെങ്കിൽ നെയ്തർ ഡാഷ് നോർ ഡാഷ്, ഈ ലാസ്റ്റ് വരുന്ന ഡാഷ് ഏത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് നോക്കിയിട്ട് തൊട്ടടുത്ത് വരുന്ന വേർബ് അതിനനുസരിച്ചിട്ട് കൊടുക്കുക. ഓക്കെ, ഇത്രയാണ് നമ്മൾ എക്സെപ്ഷണൽ കേസസ് നമ്മൾ ഇതിൽ പറഞ്ഞത്. ഏതൊക്കെയാണ് എക്സെപ്ഷൻസ് വരുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പം ജസ്റ്റ് ഇന്ന് ഡിസ്കസ് ചെയ്ത ക്ലാസ് അത്യാവശ്യം കൺഫ്യൂഷനുള്ള സ്കോപ്പ് ഉണ്ട് എന്ന് എനിക്കറിയാം. ബട്ട് ഇതാണ് നമ്മുടെ റൂൾസ്. അപ്പോൾ ഈ റൂൾസ് ഇങ്ങനെ തന്നെ പഠിച്ചു വെച്ച് നിങ്ങൾ റൈറ്റിങ്ങും സ്പീക്കിങ്ങും പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ തന്നെ, ഇത് തെറ്റിക്കാതെ ഇതുപോലെ തന്നെ യൂസ് ചെയ്യാം. ഓക്കെ, സോ സബ്ജക്ട് വേർബ് അഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റിന്റെ നമ്പറിനോട് വേർബിന്റെ നമ്പർ അഗ്രി ചെയ്യണം. ഫസ്റ്റ് പോയിന്റ്. ബേസിക് റൂൾ എന്താണ്, സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ വേർബ് സിംഗുലർ ആണ്, സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിൽ വേർബ് പ്ലൂറൽ ആണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ പറഞ്ഞു കളക്റ്റീവ് നൗൺ വരുന്ന കേസാണെങ്കിൽ, കളക്റ്റീവ് നൗൺ നമ്മൾ പറഞ്ഞു ഫാമിലി, ടീം, ഓഡിയൻസ് എന്നൊക്കെ പറയുന്നതാണ് കളക്റ്റീവ് നൗൺ. ഈ കളക്റ്റീവ് നൗൺ ആണെങ്കിൽ നമ്മൾ പറയുന്ന കോണ്ടെക്സ്റ്റ് ഏതാണോ അതിനനുസരിച്ചിട്ടാണ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ. നമ്മൾ ആ ഒരു ഗ്രൂപ്പിന് മൊത്തത്തിലാണ് പറയുന്നതെങ്കിൽ നമ്മൾ സിംഗുലർ ആയിട്ട് കണക്കാക്കും. അല്ല, ആ ഗ്രൂപ്പിലുള്ള ആളുകളെ വേറെ വേറെയാണ് നമ്മൾ മീൻ ചെയ്യുന്നത് എങ്കിൽ എന്താണ്, നമ്മൾ പ്ലൂറൽ ആയിട്ട് കണക്കാക്കും. എന്നിട്ട് പ്ലൂറൽ വേർബ് കൊടുക്കും. അതാണ്. പിന്നെ ഇത്രയും പറഞ്ഞ എക്സെപ്ഷൻസും യു ഷുഡ് ബി കെയർഫുൾ അബൌട്ട്. ചിലത് ഇപ്പൊ നമ്മൾ പറഞ്ഞു രണ്ട് നൗൺസിന് ജോയിൻ ചെയ്ത് ഓർ വെച്ച് ജോയിൻ ചെയ്താൽ അത് സിംഗുലർ ആണ്, ഈച്ച് ആൻഡ് എവരി വെച്ച് സ്റ്റാർട്ട് ചെയ്താൽ അത് സിംഗുലർ ആണ്, അപ്പൊ സിംഗുലർ വേർബ് യൂസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ ഇത്രയും കേസസും നിങ്ങൾ സബ്ജക്ട് വേർബ് അഗ്രിമെന്റ് വരുമ്പോ യു ഷുഡ് ബി കെയർഫുൾ. ഓക്കെ, ഇനി ഈ പറഞ്ഞ റൂൾസ് വെച്ചിട്ട് നിങ്ങൾ റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതുപോലെ എഴുതി നോക്കുക. ഓക്കെ, ഇത്രയും റൂൾസ് എഴുതി വെക്കുക. ഇത് ബൈ ഹാർട്ട് ചെയ്യണമെങ്കിൽ യു ക്യാൻ ബൈ ഹാർട്ട് ഇറ്റ്. ഓക്കെ, എന്നിട്ട് അത് മൈൻഡിൽ വെച്ചുകൊണ്ട് റൈറ്റിങ്ങും സ്പീക്കിങ്ങും പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ഇങ്ങനത്തെ സെന്റൻസസ് കൂടുതൽ എടുത്ത് വായിക്കുക, മനസ്സിലാക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ആൻഡ് നിങ്ങൾക്ക് ഗൂഗിളിൽ പോയാലും ഇതിന്റെ ഫർദർ എക്സാമ്പിൾസ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, സോ വർക്ക് ചെയ്യാം. ഓക്കെ, ഇത്രയൊക്കെ നമുക്ക് ഗ്രാമറിൽ പഠിക്കാനുണ്ട്. ഞാൻ ഈ ഒരു സെഷൻ കൊണ്ട് സബ്ജക്ട് വേർബ് അഗ്രിമെന്റ് പറഞ്ഞു തീർക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് ലിറ്ററലി ഇമ്പോസിബിൾ. ബട്ട് ഞാൻ ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങൾ മാത്രമാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്ക് സബ്ജക്ട് വേർബ് അഗ്രിമെന്റ് തന്നെ നമുക്കൊരു സീരീസ് ആയിട്ട് വേണമെങ്കിൽ പോവാം. അപ്പൊ അത്രയും നമുക്ക് കൺസൈസ് ആയിട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുന്ന രീതിയിലാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. നമ്മുടെ കോഴ്സസിലൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഗ്രാമർ ക്ലാസ്സസ് എല്ലാം കിട്ടുന്നതാണ്. അപ്പോ നിങ്ങൾക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടും കുറച്ചും കൂടി ടൈം എടുത്ത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, സോ പ്രാക്ടീസ് ചെയ്യുക. ഈ പറഞ്ഞതെല്ലാം എഴുതി വെക്കുക, ഒരു നോട്ട് കീപ്പ് ചെയ്യുക, എഴുതി വെച്ച് പഠിച്ച് അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, പ്രാക്ടീസ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഇതൊരു ശീലമായി മാറാതിരുന്ന ഈ റൂൾസ് ഒക്കെ നാളെ നിങ്ങൾ മറന്നുപോകും. അതേസമയം ഇതൊരു ശീലമാക്കി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി അത് വരും. ഓക്കെ, ഐ ഹോപ്പ് ദിസ് സെഷൻ വാസ് യൂസ്ഫുൾ. കുറച്ച് ടൈം എക്സീഡ് ചെയ്തിട്ടുണ്ട്, ഐ നോ. ബട്ട് ഞാൻ എന്റെ മാക്സിമം കൺസൈസ് ആയി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഐ ഹോപ്പ് ദിസ് സെഷൻ വാസ് യൂസ്ഫുൾ ടു യു ആൻഡ് ഐ ഹോപ്പ് ദാറ്റ് യു വിൽ പ്രാക്ടീസ് ദിസ് ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ്. Keep practicing. Okay, നമ്മൾ ഇനി നെക്സ്റ്റ് സെഷനിൽ കാണാം. Till then, bye bye.